ജൂലൈ മാസം 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മാർത്തോമാ ശ്ലീഹായുടെ 1952 ദുഃഖോന തിരുനാളിന്റെ കൊടികയറ്റം നടത്തും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, പ്രദക്ഷിണം. 2024 ജൂലൈ മാസം 3-ാം തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 8 മണിക്ക് സഭയിലെ പരിശുദ്ധ അഭിമന്യ പിതാക്കന്മാർ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ 3 കുർബാന അർപ്പിക്കപ്പെടും. അതിനുശേഷം എല്ലാവർക്കും അനുഗ്രഹത്തിനായിട്ട് ഈ നേർച്ച നൽകപ്പെടും. വീടുകളിൽ നിന്ന് ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു നെയ്യപ്പമാണ് സഭയിലെ ഒരു അനുഗ്രഹത്തിന്റെ നേർച്ചയായിട്ട് പണ്ടുകാലം മുതൽ, ആദ്യകാലം മുതൽ, പിന്നെ പൂർവിക കാലം മുതൽ, പഴയ നിയമകാലം മുതൽ ഉള്ള അപ്പവും പഴത്തിന്റെയും ഒരു ഐതിഹ്യവും ഇതിന്റെ പിറകിലുണ്ട്. അപ്പോ അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നെയ്യപ്പത്തിലേക്ക് ഈ നേർച്ച ക്രമീകരിക്കപ്പെട്ടത്. ഇതിന് ഒരു സ്ഥലകാല പരിമിതിയില്ല. മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെക്ക് തുടങ്ങി വടക്കേറ്റം വരെയുള്ള പലരും, നാനാജാതി മതസ്ഥരായ ഒത്തിരി ആളുകൾ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ഇടവക്കാരായിട്ടുള്ള ആളുകളും ഇതിൽ ഓഹരി ചേരുകയും സാധിക്കുമെങ്കിൽ അവർ ഇതിനകത്ത് വന്ന് ഈ നേർച്ച ഉണ്ടാക്കാനായിട്ട് സഹകരിക്കുകയും ചെയ്യും. ഇവിടെ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നടത്തപ്പെട്ടപ്പോൾ ഒത്തിരി ആളുകൾ ദൂരദേശത്ത് നിന്ന് വന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു നെയ്യപ്പം, 2 നെയ്യപ്പം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇതുപോലെ സഹകരിക്കുന്ന ആളുകൾ, ഒത്തിരി ആളുകളുണ്ട്. അത് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികളിലെ അവർക്ക് നല്ല തലമുറ, നല്ല സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്ന്, ദമ്പതികൾ ഒരുമിച്ച് വന്ന് വഴിപാടായിട്ട് ഓഹരി ചേർന്ന് ഇവിടെ ഇരുന്ന് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അതും ഒരു വലിയ സംഭവമാണ്. ഒത്തിരി ആളുകളുടെ ഒരു വലിയ പാവനമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വരിക എന്നുള്ളത് തന്നെ. അതിനുവേണ്ടി സമയം ചെലവഴിച്ച് ദിവസങ്ങൾ അവധിയെടുത്ത് ഒക്കെ തന്നെയാണ് ആളുകൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്നത്. ചെയ്യുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം മുതലേ, കഴിഞ്ഞ ജൂലൈ 3-ന് ശേഷമുള്ള ആ സമയം മുതലേ നമ്മൾക്ക് ഓഹരിക്കായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ചേർന്ന് ഓഹരി ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ കാലോഹരിയും അരോഹരിയും ഒരു ഓഹരിയുമായിട്ടുള്ള ഓഹരികൾ ഇങ്ങനെ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് മുതലേ ആ ഓഹരികളുടെ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. ഈ കഴിഞ്ഞ 27-ാം തീയതി നമ്മുടെ പരിശുദ്ധ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് മാസപ്പെരുന്നാളാണ്. മാസപ്പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വലിയപ്പം ചുടുന്നതിനുള്ള ആരംഭം കുറിച്ചു. ഇത്രയും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്രയും അപ്പങ്ങൾ ചുട്ടു കഴിഞ്ഞു. ഇന്നത്തോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 16,000 അപ്പത്തോളം നമ്മൾ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. അത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മൾ ഇവിടെ നേർച്ച ലഭിക്കാനായിട്ട് എല്ലാ വർഷവും വരാറുണ്ട്. ഈ വർഷവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും കൂടി ഈ പറഞ്ഞ വലിയപ്പം ചുടല് ഇന്നും കൂടി ഉണ്ടാവും. ഇന്നത്തോടുകൂടി അവസാനിക്കും. നമ്മൾ സാധാരണ നേർച്ച കൊടുക്കാറുള്ളത് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ബാരിക്കേഡുകൾ കെട്ടി ക്രമീകരിച്ചിട്ടുണ്ടാവും. അത് ഏകദേശം മിക്കവാറും എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലുള്ള സമയത്തിൽ നമ്മൾ കൊടുത്തു തീർക്കാനാണ് പതിവ്. ആർക്കും നേർച്ച ലഭിക്കാതെ പോകുന്നൊരു ഇതുണ്ടാവാറില്ല. ഇല്ലേ?